ഈ ശഫാഅത്തിനെ പറ്റിയാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നിശയുടെ നിശബ്ദതയിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബി, ഉറക്കം ഇളച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്ക് നബിയെ. നാഫിലതൻ ലക്, താങ്കൾക്കിത് 6ാമത്തെ വാജിബാണ്. 5 വഖത്ത് മാത്രമല്ല, തഹജ്ജുദ് താങ്കൾക്ക് വാജിബാണ്. നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക, നിന്റെ നാഥൻ നിന്നെ യാത്രയാക്കിയേക്കാം, ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കാം. മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ ഈ സ്ഥാനത്തേക്ക് എല്ലാ അമ്പിയാക്കളും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം നമ്മുടെ ഹബീബായ മുത്തിന് അള്ളാഹു കൊടുക്കുമെന്ന് ഖുർആൻ. റസൂലുള്ളാഹിയുടെ ആദ്യത്തെ ഷഫാഅത്താണ് ഈ ഷഫാഅത്ത്. ഈ ഷഫാഅത്തോടുകൂടി വിചാരണ തുടങ്ങാൻ പോവുകയാ. അള്ളാഹു വരികയാ, അള്ളാഹു വരികയാ. വജാഅ റബ്ബുക, നിന്റെ റബ്ബ് വരികയാ. വൽ മലക്കു സഫൻ സഫാ, മലക്കുകളെല്ലാം അണിയണിയായി നിൽക്കുകയാ. വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, മഹ്ശറ മണ്ണ് പ്രകാശിക്കുകയാ. റബ്ബ് വരുമ്പോ, അല്ലാഹു വരുമ്പോ മഹ്ശറ പ്രകാശിക്കുമെന്ന് ഖുർആൻ. അല്ലാഹു വരുന്നത് എങ്ങനെയാണെന്നറിയോ? വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും, നിന്റെ റബ്ബിന്റെ അർശ് ചുമക്കും. ഫൗകഹും യൗമഇദിൻ സമാനിയ, 8 മലക്കുകൾ അവരുടെ മീതെ. ഹഖ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, 8 മലക്കുകൾ അർശിനെ ചുമന്നുകൊണ്ടാണ് വരിക. സുബ്ഹാനല്ലാഹ്, അർശ് കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം നുസാത്തുൻ നാദിരിൽ ഞാൻ ഈയിടെ കണ്ടു. ആ സ്ഥലം ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗമാ. അവിടെയാ ഖുബ്ബത്തു സഖറ, അവിടെയാണ് മൗലാന ആസാദ്, എല്ലാം മൗലാന മുഹമ്മദ് അലി എല്ലാവരും കിടക്കുന്ന ആ സ്ഥലം ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥലം. അവിടത്തേക്കാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബി അള്ളാഹു കൊണ്ടുവന്നത് മിഅ്റാജിന്റെ അന്ന്. അവിടെ നിന്നാണ് 1-ാം ആകാശം, 7 ആകാശങ്ങൾ നബി കയറിയത് മിഅ്റാജ്. ഞാൻ അവിടെ മലർന്ന് കിടന്ന ആകാശം നോക്കിയപ്പോ ആകാശം നമ്മുടെ നെഞ്ചത്ത് മുട്ടുന്നത് പോലെ തോന്നി. അത്ര അടുത്ത സ്ഥലമാണ് അവിടെ ആകാശവും ഭൂമിയും. ഇൻഷാ അല്ലാഹ് ഒന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 40 ഏക്കർ ഭൂമിയിൽ മുഴുവൻ ഒലിവ് മരങ്ങളാൽ ചുറ്റപ്പെട്ട് 1ാമത്തെ ഖിബില മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് അവിടെ തല ഉയർത്തി നിൽക്കുന്നു. പക്ഷേ ഇന്ന് ആ പള്ളിയിലേക്ക് കടക്കണമെങ്കിൽ കറുത്ത യൂണിഫോം അണിഞ്ഞ AK-47 പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇസ്രയേലിന്റെ പട്ടാളത്തിന്റെ അനുമതി വേണം. കണ്ടോ 48-ലാണ് ഇസ്രയേൽ ഉണ്ടായത്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കൂടിയാ ഉണ്ടാക്കി കൊടുത്തത്. ഈ ഇസ്രയേൽ ഉണ്ടായത് എങ്ങനെയാ? ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ്, ആ ഫലസ്തീനികളായ അറബികളെ ഇറക്കിവിട്ടു വൻരാഷ്ട്രങ്ങൾ. എന്നിട്ട് ജൂതന്മാരെ, ഭൂമിയിലുള്ള എല്ലാ ജൂതന്മാരെയും കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി. നോക്കൂ, ആ ഇഷ്യൂ ഇന്നും പുകയുകയാ. ഫലസ്തീൻ ഇഷ്യൂ മുസ്ലിമീങ്ങളായ അറബികളുടെ സ്ഥലമാണ്. ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും കൂടി കവർന്ന് രാഷ്ട്രമാക്കി കൊടുത്തത് 48കളിൽ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ബാക്കി ചരിത്രം നിങ്ങൾ പഠിച്ചോ, വായിച്ചോ. ഫലസ്തീനെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ മേടിച്ച് വായിച്ചോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് നമ്മുടെ 1ാമത്തെ ഖിബില മസ്ജിദുൽ അഖ്സ. അത് കാണണ്ടേ? മസ്ജിദുൽ അഖ്സയെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താ? അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗവും നാം ബർക്കത്താക്കി വെച്ചിരിക്കുന്നു. ആ ബർക്കത്തുള്ള മണ്ണിൽ ഒന്ന് ചവിട്ടണ്ടേ? വേണ്ടേ ആശിഖ് മുസ്ലിയാരെ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ആ പുണ്യസ്ഥലങ്ങൾ കാണാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ കാണാൻ ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് കഴിയുകയില്ല. നാളെ പരലോകത്തിൽ വെച്ച് അള്ളാഹു അതിന് തൗഫീഖ് നൽകും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, യുവാക്കളെ, അള്ളാഹുവിനെ ഓർത്ത് ഇബാദത്തിൽ മുന്നേറണം. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം. അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കാം.
നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത്. ഒരു സഹാബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ശറാഇഅൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങൾ കദ് കസുറത്ത് അലയ്യ, ധാരാളമുണ്ടല്ലോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ധാരാളമുണ്ടല്ലോ. ഫാഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബി, മുറുകെ പിടിക്കാൻ ഒരു കാര്യം പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്റിൽ നനഞ്ഞിരിക്കട്ടെ. സദാ സമയവും നീ ദിക്ർ ചൊല്ലി നടന്നോ, ദാക്കിറായി മാറിക്കോ. ഇസ്ലാമിന് ഒരുപാട് നിയമങ്ങളുണ്ട്, മുറുകെ പിടിക്കാൻ ഒരു കാര്യം പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞെന്താ? ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനയട്ടെ. നോക്കൂ, ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അഞ്ചാലം മൂടുന്ന കൊല്ലത്തേക്ക് പോകുമ്പോ, തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ 10 ദിക്ർ ചൊല്ലിയാൽ അല്ലേ? എന്റെ സഹോദരി, കാറിനകത്ത് പോകുമ്പോ ദിക്റും സ്വലാത്തും ചൊല്ല്. ഒരു ദിക്ർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, 2 ദിക്റുകൾ പരിചയപ്പെടുത്താം. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാര് ചൊല്ലുമെന്ന്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ആരെങ്കിലും ഈ ദിക്ർ പറഞ്ഞാൽ ഉരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിനക്ക് വേണ്ടി ഒരു ഈന്തപ്പന നടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒന്നും കൂടെ പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരു ദിവസം 100 എണ്ണം പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പറയുവോ? ഈവത്ത് പറയാൻ ഇഷ്ടമാ, പാര വെക്കാൻ ഇഷ്ടമാ? ഇവിടെ പാരയുണ്ടോ? ഇല്ല, പാരയില്ലാത്ത സ്ഥലമാണ് ഇത്. സുബ്ഹാനല്ലാഹ്, ഒറ്റ പാര ഇവിടെ ഉള്ളു, തേങ്ങാ പൊതിക്കുന്ന പാര അല്ലേ? യേശനെ പിടിപ്പിക്കാൻ ഇഷ്ടമാ, രാത്രി 12 മണി വരെ ആ കവലയിലിരുന്ന് സ്വറ പറയാനും വെടി പറയാനും ഇഷ്ടമാ. 10 ദിക്ർ ചൊല്ലുമ്പോൾ നിനക്ക് ഉറക്കവും തളർച്ചയും വരുന്നു. അയേ സബാൻ സാരെ മസേ ലതി ഹ തു, ഏ നാവേ, നിന്റെ നാവ് കൊണ്ട് എല്ലാ ആനന്ദവും നീ പറയുന്നു, രസം പിടിപ്പിക്കുന്നു. ദിക്ർ കീ ലസ്സത്ത് സേ ക്യൂ ഗാഫിൽ ഹ തു, ദിക്റാകുന്ന ആനന്ദത്തിൽ നിന്ന് നീ എന്താ അശ്രദ്ധനാകുന്നത്, എന്താ അശ്രദ്ധനാകുന്നത്? സദാ സമയവും അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിക്ർ 2 രൂപത്തിലുണ്ട്, ഒന്ന് ലിസാനി, ഒന്ന് ഖൽബി. മനസ്സിലായില്ലേ? വദ്കുർ റബ്ബക ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ നിന്റെ റബ്ബിനെ ഓർക്കാൻ പറഞ്ഞു. നഫ്സിൽ റബ്ബിനെ ഓർക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ നഫ്സിൽ നീ റബ്ബിനെ ഓർക്കാന്ന് പറഞ്ഞാൽ എന്താ? അത് ഖൽബിയായ ദിക്റ, അത് ഖൽബിയായ ദിക്റ, ലിസാനിയായ ദിക്ർ അല്ല അത്. അൽഹംദുലില്ലാ, പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കോളേജിൽ പോവുക, നീ എന്താ പഠിക്കുന്നത്? ബിടെക്. നീ ബിടെക്കോ എം ടെക്കോ BCAയോ MCAയോ, നീയല്ലേ അള്ളാഹുവിനെ അറിയാൻ ഏറ്റവും മിടുക്കൻ അല്ലേ? നിനക്ക് നോളേജ് ഉണ്ട്, നീ എഡ്യൂക്കേറ്റഡാ, നീ പോസ്റ്റ് ഗ്രാജുവേറ്റാ, PG കാരനാ. നീ കോളേജിൽ പോകുമ്പോ നിന്റെ ബൈക്കിൽ ഇരുന്നു കൊണ്ട് റബ്ബിനെ ഓർക്ക്, അള്ളാഹുവിനെ ഓർക്ക്. യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലിപ്പോ, യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലിപ്പോ. അള്ളാഹു പടച്ചവൻ ദിക്ർ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റസൂലുള്ളാഹി ശഫാഅത്തിൽ വീഴുമ്പോ അള്ളാഹു വരികയാ വിചാരണയ്ക്ക് വേണ്ടി. ഇതൊന്നാമത്തെ ശഫാഅത്താണ്. ഇനി മുത്ത് തങ്ങൾ 5 ശഫാഅത്ത് കൂടി ചെയ്യും, അത് കൂടി ഓടിച്ചു പറഞ്ഞ ആയത്തുൽ കുർസിയിലേക്ക് വരാം. ഏതാ? അള്ളാഹുവിന്റെ റസൂലിന്റെ 5 ശഫാഅത്ത്. 1, നരകത്തിൽ പോകാൻ അർഹരായ ആളുകൾ, ആ നരകത്തിൽ നിന്ന് അവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു മോചിപ്പിക്കും. നബിയുടെ ശഫാഅത്ത് കൊണ്ട് അവർ നരകത്തിലേക്ക് പോവുകയില്ല, പോകാൻ അർഹരായിരുന്നു. ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത്തെ ശഫാഅത്ത്, സ്വർഗത്തിൽ പോയവർക്ക് തന്നെ അവരുടെ ദറജാത്തുകൾ ഏറ്റിക്കൊടുക്കാൻ മുത്തുനബി ഇടപെടും. അവരുടെ പദവികൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. കണ്ടോ? നരകത്തിൽ കിടന്ന് കരിഞ്ഞ് പഴംപൊരി പൊരിക്കുന്നത് പോലെ പൊരിഞ്ഞ
ഉള്ളിന്റെ ഉള്ളിൽ ഈമാന്റെ ചെറിയ തുടിപ്പുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമ ഒരു വട്ടം പറഞ്ഞവർ കാലാകാലം നരകത്തിൽ കടക്കുകയില്ല. അക്കൂട്ടര നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും മുത്തുനബി ശഫാഅത്ത് ചെയ്യുകയാ. ശഫാഅതി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ശഫാഅത്ത് വൻദോഷങ്ങൾ ചെയ്തവർക്കുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള ശഫാഅത്ത് ചെയ്യുമല്ലോ, എന്നാ 2 പെഗ്ഗടിച്ചേക്കാം അല്ലേ? അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. എൻ്റെ നേതാവ് എന്നെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും, അതുകൊണ്ട് എനിക്കൊന്ന് അടിച്ചു പൊളിച്ചേക്കാം എന്ന് ചിന്തിക്കാവോ? പാടില്ല. കണ്ടോ, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അല്ലാഹു നിങ്ങളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നു. ഭാവി ഭൂതം അല്ലാഹു അറിയുന്നു. എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. ഇവിടെ ഒരു ആയത്ത് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. അല്ലാഹുവിന്റെ അടുക്കലാണ് നിഗൂഢതയുടെ താക്കോലുകൾ. അല്ലാഹു മാത്രമേ അത് അറിയുന്നുള്ളൂ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, മരത്തിൽ നിന്ന് ഒരു ഇല നിലത്ത് വീണാലും അല്ലാഹു അറിയുന്നുണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള്, ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന ധാന്യമണി അല്ലാഹു അറിയുന്നുണ്ട്. വലാ റത്ബിൻ വലാ യാബിസിൻ, ഓരോ ഉണങ്ങി നിൽക്കുന്നതും പച്ചയായതും അല്ലാഹു അറിയുന്നുണ്ട്. കരയും കടലും അല്ലാഹു അറിയുന്നുണ്ട്. കടലിൽ ഒരു ജീവിയുണ്ട്. ഏതാ ജീവി? 40 ടൂറിസ്റ്റ് ബസിന്റെ വലിപ്പമുള്ള ഒരു ജീവി. പേര് പറ. നീലത്തിമിംഗലം. നീലത്തിമിംഗലം എത്ര ടണ്ണാ ഡെയിലി അടിച്ചു കയറ്റുന്നത്. ഈ ബ്ലൂ വെയിലിന് ഫുഡ് കൊടുക്കുന്നവനാണ് അല്ലാഹു അർ-റസ്സാഖ്. ഒരു ചാൺ വയറിന് വേണ്ടി നീ നെട്ടോട്ടമോടുകയല്ലേ? നിനക്ക് റബ്ബാണ് തരുന്നത് എന്ന് സംശയമില്ലേ? നീ സംശയിക്കണ്ട. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ റിസ്ക് നിന്റെ ചുണ്ടിൽ വരുത്താൻ അവന് കഴിയും. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖിലാ യുഹയ്യ ലകൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രി. നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ചോ. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖിലാ, നീ ബുദ്ധിമാനാണെങ്കിൽ യുഹയ്യ ലകൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രി, നീ അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു നിന്റെ ഫുഡ് അറേഞ്ച്മെന്റ് ചെയ്യും. കണ്ടോ, ഞാൻ ഇന്നലെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഓടി വരികയാ. പിന്നെ ഈ ട്രെയിനിലല്ലേ, ഏതാ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ? ഏതാ? പരശുറാം ആലപ്പുഴ വഴിയാണോ? ഞങ്ങളുടെ കോട്ടയം വഴിയല്ലേ? മാവേലിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു. വെയിറ്റിംഗ് ലിസ്റ്റ് 24, അത് മുന്നോട്ട് പോയി 7ആയി, അത് മുന്നോട്ട് പോയി 4ആയി. ഞാൻ ആ ലിസ്റ്റുമായിട്ട് ഓടി വരികയാ. മാവേലി തമ്പുരാൻ അവിടെ കിടപ്പുണ്ട്. എനിക്ക് ചുമ്മാ ഒരു സംശയം. പേപ്പേഴ്സൊക്കെ നോക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 4ആണ്, എനിക്ക് കിട്ടുമോ? പൊന്നു മൗലവി, നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസലായി. നിങ്ങൾ പിന്നെ നേരിട്ട് ബുക്ക് ചെയ്തല്ലോ, ഇമെയിലല്ലേ? ക്യാൻസലായി. നിങ്ങളുടെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് തിരിച്ചു വരും. നിങ്ങൾക്ക് പോകാൻ പറ്റൂല. നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഓടി ചെന്നിട്ട് സാധാ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു, എന്നിട്ട് കയറി. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് മലബാറുണ്ട്, അതിലേക്ക് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് TT കണ്ടാൽ മതി, AC-യോ 3 ടയറോ സ്ലീപ്പറോ എല്ലാം ചോദിച്ചു നോക്കി സുഹൃത്തെ. അപ്പോൾ ഉണ്ട് ഒരാൾ ഓടി വരുന്നത്. ഒരു മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ചെറിയ ചായക്കട നടത്തുന്ന ഒരു അബൂബക്കറും മറ്റൊരു സുഹൃത്തും ഓടി വരും. ചുമ്മാ നിങ്ങളുടെ പ്രസംഗം യൂട്യൂബിൽ നിന്ന് കേൾക്കാറുണ്ട്, ഇപ്പോഴാണ് ആദ്യം കണ്ടത്. കെട്ടിപ്പിടിച്ചു, സാറേ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ എന്ത് ഹെൽപ്പിനും ചെയ്യാം. മോനെ എനിക്കൊരു സീറ്റ് ശരിയാക്കി താ. ആ പിള്ളേർ ഒട്ടോട്ടോട് എല്ലാ TT-നെയും കണ്ടു. മോനെ ഇല്ല മോനെ, ഇന്ന് തിരക്ക, അയ്യപ്പ ഭക്തർ കൂടുതൽ വരുന്ന ദിവസമാ, ഇന്നൊറ്റ സീറ്റും ഇല്ല. അവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നറിയോ? 60 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തിട്ട് എന്നെ KSRTC-യിൽ എത്തിച്ചിട്ട് ഗരുഡ ബസ്സിൽ കയറ്റി വിടുകയാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഒരു പരിചയവും ഇല്ല. കണ്ടില്ലേ ഈ സുഹൃത്ത് ബന്ധം? ഈ ബന്ധം അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ കിട്ടിയതല്ലേ? അല്ലേ?
അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ കിട്ടിയതാ. നോക്കൂ, അള്ളാഹുവിന്റെ സഹായം അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. യുഹയ്യ ലക്കൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രി വലൗ അന്ന ഹാദർ റിസ്ഖ യഅതി ബിഖുവതി ലമാ അകലൽ ഉസ്ഫൂർ ശൈഅൻ മഅൻ നസ്രി. കഴിവ് കൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്, മിടുക്ക് കൊണ്ടാണ് ഈ ഫുഡ്, ഈ ഭക്ഷണം, ഈ സമ്പത്ത് വരുന്നതെങ്കിൽ ചെറിയ കുരുവി നസറിന്റെ കൂട്ടത്തിൽ, പരുന്തിന്റെ കൂട്ടത്തിൽ ഇരുന്ന് അതിന് കിട്ടിയ റിസ്ക് രണ്ടുപേരും തുല്യ അവകാശത്തിൽ തിന്നുന്നത് കാണുന്നില്ലേ? ഇല്ലേ? ഈ വലിയ പരുന്തി കൊച്ചു കുരുവിനെ ഓടിക്കുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹുവാണ് ഈ പരുന്തിനും ഈ കുരുവിക്കും ഇതേ മാംസം, ഒറ്റ മാംസം അറേഞ്ച്മെന്റ് ചെയ്ത റസ്സാഖ്. നമുക്ക് ഭക്ഷണം തരുന്നത് ആരാ? അള്ളാഹുവാണ്. ഒരു ഖുദ്സിയായ ഹദീസ് പറയട്ടെ. ഒരു ഖുദ്സിയായ ഹദീസിൽ വരുന്നുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ അക്രമം ബാൻ ചെയ്തിരിക്കുകയാ. ഫലാ തലാലമു, മതത്തിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം അക്രമിക്കല്ലേ. യാ ഇബാദി കുല്ലുക്കും ജായിഉൻ, നിങ്ങളെല്ലാം വിശക്കുന്നവരാണ്. ഇല്ലാ മൻ അത്അമതു, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ. ഫസ്തത്ഇമൂനി, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക. ഉത്ഇമുക്കും, ഞാൻ നിങ്ങൾക്ക് റിസ്ക് തരാം. യാ ഇബാദി കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാം നഗ്നന്മാരാണ്. ഇല്ലാ മൻ കസൗതു, ഞാൻ വസ്ത്രം നൽകിയവനൊഴിച്ച്. ഫസ്തക്സൂനി, നിങ്ങൾ എന്നോട് ഉടുവസ്ത്രം ചോദിക്കുക. അക്സുക്കും, ഞാൻ നിങ്ങൾക്ക് ഉടുവസ്ത്രം തരാം. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ഒന്നാമത്തവരും അവസാനത്തവരും, നിങ്ങളുടെ മനുഷ്യരും നിങ്ങളുടെ ജിന്നുകളും, കാമൂ ഫീ സഈദിൻ വാഹിദിൻ, അവരെല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി. ഫസഅലൂനി, എല്ലാവരും എന്നോട് പ്രാർത്ഥിച്ചു. ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത, എല്ലാവർക്കും അവർ ചോദിച്ചത് ഞാൻ കൊടുത്താലും ശരി. മാനക സദാലിക മിൻ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, എല്ലാവർക്കും ചോദിച്ചത് കൊടുത്താലും ശരി, എൻ്റെ ഖജനാവ് ചുരുങ്ങുന്നില്ല, എൻ്റെ ഖജനാവ് ചുരുങ്ങുന്നില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരു സൂചി ബഹറിലേക്ക് മുക്കിയാൽ ബഹർ ചുരുങ്ങാത്തതുപോലെ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ, നബിയെ താങ്കളോട് ചോദിച്ചാൽ, വൈദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ, അന്നി, എന്നെപ്പറ്റി ചോദിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാ. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി കൊടുക്കും. പറയൂ നബിയേ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ചു തരട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുനിയാവ് നശ്വരമാണ് കേട്ടോ, ഈ ദുനിയാവ് നശ്വരമാണ് കേട്ടോ. അള്ളാഹു പടച്ചവൻ നമ്മുടെ ദുനിയാവിൽ ബർക്കത്ത് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു 4 സ്ഥലത്ത് പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഉത്തമ നാമങ്ങളുണ്ട്, അവ ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനെ വിളിക്ക്. ഉത്തമ നാമങ്ങൾ 99 പേരുകൾ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം, അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക് അൽ-മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അല്ലാഹു അങ്ങനെ പറഞ്ഞു തരികയാണ്. മനസ്സിലായില്ലേ? റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, അസീസ്, ലത്തീഫ്, ഇങ്ങനെ 99 പേര് കാണാതെ പഠിച്ചാൽ, ഫമൻ അഹ്സാഹാ, ബുഖാരിയുടെ ഹദീസ, അത് കാണാതെ പഠിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. അസ്മാഉൽ ഹുസ്ന ബൈഹാർട്ടാക്കാൻ, അത് ചൊല്ലി വിളിക്കാൻ, അള്ളാഹുവിനെ വിളിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട്? 4 സ്ഥലത്ത്. കുമ്മന ഉസ്താദിനോട് വരുമ്പോൾ ചോദിക്കുക, ഷമ്മാസ് ഇങ്ങനെ പറഞ്ഞു ശരിയാണോ എന്ന് ചോദിക്കും. ഇൻഷാ അല്ലാഹ്.
അള്ളാഹു തആലയോട് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാ. അള്ളാഹു ആ ദുആ കബൂലാക്കി തരട്ടെ. മജ്തമഅ ഖൗമൻ, ഒരു സ്ഥലത്ത് കുറെ ആളുകൾ ഒരുമിച്ച് കൂടി, ഫയദഉ വാഹിദുഹും, ഒരാൾ പ്രാർത്ഥിക്കുന്നു, അവരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു, വയുഅമ്മിനു സായിറുഹും, മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് കുറെ ആളുകൾ ഒരുമിച്ച് കൂടി, എല്ലാവരും ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, എല്ലാവരും ആമീൻ പറയുന്നു. ഇല്ലസ്തജാബല്ലാഹു ദഅവതഹും, അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യാൻ അവന്റെ അനുമതിയോടുകൂടി ആരുണ്ട്? നോക്കൂ, റസൂലുള്ള കഴിഞ്ഞാൽ അമ്പിയാക്കൾ, ശുഹദാക്കൾ, ഹാഫിലീങ്ങളൊക്കെ ശഫാഅത്ത് ചെയ്യും. അള്ളാഹു മഹത്തായ ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി, അല്ലാഹുവിന്റെ അറിവിൽ നിന്നൊരു വസ്തു പോലും അവർക്ക് അറിയാൻ കഴിയുകയില്ല. ഇല്ലാ ബിമാ ശാഅ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ജനങ്ങൾക്കൊരു വസ്തു പോലും അറിയാൻ കഴിയില്ല. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്, അവന്റെ കുർസിയെ അധികാരം ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം, ആകാശങ്ങളെയും ഭൂമിയെയും താങ്ങി നിർത്താൻ, സംരക്ഷിക്കാൻ അള്ളാഹുവിന് ബുദ്ധിമുട്ടില്ല. വഹുവൽ അലി അലീം, അവൻ അലിയാണ്, അത്യുന്നതനാണ്, അവൻ മഹോന്നതനുമാ. ആയത്തുൽ കുർസി തുടങ്ങിയത് 2 ഇസ്മു കൊണ്ടാ, അവസാനിപ്പിക്കുന്നതും 2 ഇസ്മു കൊണ്ടാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങിയത് അങ്ങനെയാ, അവസാനിപ്പിച്ചത് അലിയുൽ അലീം. ഉണ്ടോ? ഖുർആനിലെ തൗഹീദ് പറയുന്ന, അള്ളാഹുവിന്റെ ഖുദ്റത്ത് പറയുന്ന ഈ ആയത്തിനാണ് ഏറ്റവും പദവി എന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ഇതിന്റെ ഗുണം പറയാം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു റമളാനിൽ വക്കലനി റസൂലുള്ളാഹി ബിഹിഫ്ലി സകാത്തി റമളാൻ, റമളാനിലെ സകാത്ത് സൂക്ഷിക്കാൻ മുത്തുനബി എന്നെ ഏൽപ്പിച്ചു. പാതിരാത്രി സമയത്ത് ഒരാൾ പതുങ്ങി വന്ന് ധാന്യങ്ങൾ വാരി ഞാൻ കയ്യെ കയറി പിടിച്ചു. ഷക്കാനി, ആ മനുഷ്യൻ എന്നോട് പരാതി പറഞ്ഞു, ദാരിദ്ര്യമാ, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടു, അയാളെ വിട്ടു. അടുത്ത സുപ്രഭാതം പുണ്യ റസൂൽ അബൂ ഹുറൈറയെ കണ്ടപ്പോൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഫഅല ബി അസീരിക അൽ ബാരിഹ, കഴിഞ്ഞ ദിവസം രാത്രി നിന്റെ തടവുകാരനോട് നീ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലെ, സകാത്ത് വാരാൻ വന്നു, ഞാൻ പിടിച്ചു വെച്ചു, സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടു. സയഊദ്, അയാൾ ഇനിയും വരും. രണ്ടാമത്തെ ദിവസവും വന്നു, സകാത്തിന്റെ ധാന്യക്കൂമ്പാരം അദ്ദേഹം വരുമ്പോ ഞാൻ പിടിച്ചു, അദ്ദേഹം സങ്കടം പറഞ്ഞപ്പോൾ വിട്ടു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കഴിഞ്ഞ ദിവസം നിന്റെ തടവ് പുള്ളിയോട് നീ എന്ത് ചെയ്തു? പുണ്യ റസൂലെ, സങ്കടം പറഞ്ഞു, വിഷമോ ദാരിദ്ര്യം എന്ന് പറഞ്ഞു, ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞു. സയഊദ്, അയാൾ ഇനിയും വരുമെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ പറയുകയാ റളിയല്ലാഹു അൻഹു, പുണ്യ റസൂല് പറഞ്ഞത് കൊണ്ട് എനിക്ക് ഉറപ്പായി അയാൾ ഇനിയും വരുമെന്ന്. മൂന്നാമത്തെ ദിവസവും വന്നു, വാരാൻ നോക്കി, ഞാൻ പിടിച്ചു വെച്ച് വിട്ടില്ല. എനിക്ക് ഉറപ്പായല്ലോ വരുമെന്ന്. വന്നു, ഞാൻ പിടിച്ചു വെച്ചു. അപ്പോ അയാള് പറയുകയാണ്, ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് ഞാൻ ഏതാനും അറിവുകൾ പഠിപ്പിച്ചു തരാം. ഇദാ അവൈത ഇലാ ഫിറാശിക, രാത്രി കിടക്കാൻ നിന്റെ വിരിപ്പിലേക്ക് നീ പോകുമ്പോൾ, ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓത്. ലൻ യസാലു മഅക മിനല്ലാഹി ഹഫീള്, അല്ലാഹു ഒരു മലക്കിനെ അവന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് കാവലിന്, പ്രൊട്ടക്ഷന് വേണ്ടി ഏർപ്പാട് ചെയ്യും. നീ കിടക്കാൻ പോയാൽ ആയത്തുൽ കുർസി ഒരു വട്ടം ഓതിക്കോ, ഒരു മലക്കിനെ അല്ലാഹു പ്രൊട്ടക്ഷന് വേണ്ടി ഏർപ്പാട് ചെയ്യും. ഉണ്ടാവോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിട്ടു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമാ ഇന്നഹു സദഖക് വഹുവ കദൂബ്, അവൻ കള്ളനാണ്, ഉസ്താദ് കള്ളനാണ്, അറിവ് പറഞ്ഞത് ശരിയുമാണ്, ആ പറഞ്ഞത് ശരിയാണ്, അയാള് വ്യാജനാണ്, കള്ളനാണ്. പോട്ടെ, 3 ദിവസമായല്ലോ, നീ സന്ധിക്കുന്ന വ്യക്തി ആരാണെന്ന് നിനക്കറിയുമോ?
ഷൈത്താൻ, അത് ഇബ്ലീസായിരുന്നു, അത് ഇബ്ലീസായിരുന്നു. യുവാക്കളെ, കിടക്കാൻ പോകുമ്പോ ഒരു വട്ടം ആയത്തുൽ കുർസി ഓതി ആയത്തിന്റെ മീനിങ് ചിന്തിച്ച് അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് കിടക്ക്. അള്ളാഹു ഒരു മലക്കിനെ എഴുന്നേൽക്കുന്നത് വരെ പ്രൊട്ടക്ഷന് വേണ്ടി നിയമിക്കുമെന്ന് അതാ ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നു. ഉമ്മ പെങ്ങന്മാരെ, പരിശുദ്ധമായ ആയത്തുകൾ ഓതിയിട്ട് കിടക്ക്. യാസീൻ ഓതണേ, സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതണേ. ലാ തജാലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്നും പിശാച് ഓടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പടച്ചവൻ വിശുദ്ധ ഖുർആൻ വീട്ടിൽ ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തബാറക, വാഖിഅ, യാസീൻ, ബഖറ ഇടക്കിടക്ക് ഓദിക്കോ. വീട്ടില് ചിലപ്പോ നമ്മൾ ഭാര്യയോട് ചൂടാവൂലേ? ചൂടാവാറുണ്ടോ? ചിലപ്പോ ചൂടാവും, ചിലപ്പോ പിള്ളേർ ചൂടാവും. ആകെ ചൂട് മയവാ വീട്ടില്. എന്താ കാരണം? ഈ ശൈത്താനും ജിന്നും ഒക്കെ വന്ന് ഇങ്ങനെ കയറി വരുത്തുപോക്കെന്ന് പറയും. വരുത്തുപോക്ക്. ഞാൻ ഇതിലെ ഇങ്ങനെ കാറി വരുമ്പോ ഇതിലെ ഒരു വരുത്തുപോക്ക് വന്നുണ്ട്, മനസ്സിലായില്ലേ? വരുത്തുപോക്കും ചില സ്ഥലത്ത് പോക്കുവരവെന്നും പറയും. കോട്ടയത്തൊക്കെ പോക്കുവരവെന്താ പറയും. അതുണ്ടോ? ഉണ്ടോ? ഈ വരുത്തുപോക്കും പോക്കുവരവുണ്ടോ? അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുത്. ബഖറ ഓദിക്കോ, ശൈത്താൻ ഓടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ അൽ ബഖറ ഏറ്റവും വലിയ അധ്യായമാ. അത് ഫുൾ ഓതാനല്ല പറഞ്ഞു, കുറേശ്ശെ വീട്ടിൽ ഓത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. അങ്ങനെ അങ്ങ് ഓത്. അള്ളാഹു തആല ഓതാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കണേ, അള്ളാഹുവിനെ സ്നേഹിക്കണേ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണേ. ഒറ്റ ഹദീസ് കൂടി പറയാം. റസൂലുള്ളാഹി പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുകയാ, അള്ളാഹു പറഞ്ഞതായി പുണ്യ റസൂൽ പറയുകയാ, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലൈഹി മിമ്മ ഇഫ്തറൽതു അലൈഹി. എൻ്റെ ദാസൻ എൻ്റെ അടുത്തേക്ക് അടുത്തിട്ടില്ല ഞാൻ ഫർളാക്കിയത് ചെയ്തുകൊണ്ടല്ലാതെ. വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിലി. എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് സുന്നത്തുകളിലൂടെ അടുക്കും. ഫർളുകൾ ആദ്യം ചെയ്യണം, പിന്നീട് സുന്നത്തുകൾ ചെയ്യണം. ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ സ്നേഹിക്കും. ഫർളും സുന്നത്തും ചെയ്താൽ ഫർളായ സകാത്ത്, രാവും പകലും ദാനധർമ്മം രഹസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ, നമസ്കാരവും രാത്രി തഹജ്ജുദും നമസ്കരിച്ചാൽ, ഫർളും സുന്നത്തും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ അവനെ സ്നേഹിക്കും. ഹത്താ ഉഹിബ്ബ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബി വബസറഹു അല്ലദീ യുബ്സിറു ബി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവൻ കാണുന്നത് ഞാനാകും, അവൻ കേൾക്കുന്നത് ഞാനാകും, അവൻ പിടിക്കുന്നത് ഞാനാകും, അവൻ നടക്കുന്നത് ഞാനാകും. എന്താ ഇത്? ഈ ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഇമാം ഫഖ്റുദ്ദീനുർ റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഈ 4 അവയവങ്ങൾക്ക് അല്ലാഹു നൂറാനിയത്ത് പവർ തരും. കണ്ടോ? അപ്പോഴാ ടെലിപ്പതി വരുന്നത്, അപ്പോഴാ ക്ലെയർവോയൻസ് വരുന്നത്, അപ്പോഴാ ESP വരുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ 6-ാം ഇന്ദ്രിയം തുറക്കപ്പെടുകയാ. ഫർളുകൾ നമസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ സംഘാടകരൊക്കെ അള്ളാഹുവിനെ സുജൂദ് ചെയ്തവരായെന്നറിയുമ്പോ വല്ലാത്ത സന്തോഷമുണ്ട്. ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ നമസ്കാരം കളയരുതേ. നമസ്കരിക്കണേ. പൊന്നുമക്കളോടും മകളോടും നിസ്കരിക്കാൻ പറയണേ. മുറൂ ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സെത്തുമ്പോ മക്കളോട് നമസ്കരിക്കാൻ പറയണേ. വളരിബൂഹും അലൈഹാ, ആ വിഷയത്തിൽ അവരെ നിങ്ങൾക്ക് അടിക്കാം. വഹും അബ്നാഉ 10, 10 വയസ്സിലെത്തുമ്പോൾ വലിയ പത്തല് കൊണ്ടല്ല, അടിച്ചടിച്ച് തൊലി പൊട്ടിക്കരുത്, മൃദുവായ ശിക്ഷ കൊടുക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാർമ്മികമായ അധ്യാപനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതിനേറ്റവും തുടക്കം മുതൽ അതിലിടപെടേണ്ടത് ഉമ്മച്ചിയാ, അല്ലേ?
അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ഖൗമൻ തയ്യിബൽ അഅറാഖി. ഉമ്മയാണ് ആദ്യത്തെ കലാലയം, ഉമ്മയാണ് ആദ്യത്തെ മദ്രസ. ആ ഉമ്മ അതിന് തയ്യാറായാൽ അഅദത്ത ഖൗമൻ തയ്യിബൽ അഅറാഖി, നിന്റെ മടിയിൽ കിടന്ന് വളരുന്ന കുഞ്ഞുങ്ങൾ ധാർമ്മികാധ്യാപനം കിട്ടിയ മക്കളായിരിക്കും. അല്ലേ സഹോദരി, നിന്റെ മക്കളെയെല്ലാം പൊന്നുപോലെ വളർത്തണേ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് വാള് പറഞ്ഞ പ്രബോധനം ചെയ്ത ഉസ്താദ്, എന്താ പേര്? അബുൽ ഫിദ മൗലവി പറഞ്ഞത് അതല്ലേ? അല്ലേ? മക്കളെ വളർത്തണം. മക്കളും മാതാപിതാക്കളിലുള്ള ബന്ധം. അൽ വലദു സമറത്തുൽ ഖൽബ്, മക്കൾ ഹൃദയത്തിന്റെ പഴങ്ങളാ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയാ, എന്റെ മക്കൾക്കാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ മക്കൾക്കാണ് എന്റെ സമ്പത്ത്, അത്രമാത്രം സ്നേഹിക്കുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മികമായി വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. അവർക്ക് ഇംഗ്ലീഷ് മീഡിയം മാത്രമാ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലേ? മദ്രസയെ വിടൂല, ആലിമാക്കൂല, മൂല്യാരാക്കൂല, ഹാഫിളാക്കൂല. എന്താ കാരണം? ആലിമിന് മകളെ കെട്ടിച്ചും കൊടുക്കൂല. കാരണം മുസ്ലിയാർക്ക് കിട്ടുന്ന ശമ്പളം നമുക്കറിയാം. ഇതൊക്കെ ആൾക്കാരുടെ ചിന്തയെ. ഇതൊക്കെ ആൾക്കാരുടെ ചിന്ത. അത് പോട്ടെ, ദുനിയാവിനെ വിട്. ഞാൻ മംഗലാപുരത്ത് വെച്ചൊരു പണക്കാരനെ കണ്ടു. രണ്ട് പെമ്മക്കൾക്കും അയാളെടുത്ത പുതിയാപ്പള ആലിമീങ്ങൾ, രണ്ടുപേർക്കും ഫോർച്യൂണറാ കൊടുത്തത്, ഇന്നോവയല്ല. ഒരു മൊഹസിന, ഒരു മുഅ്മിന. മനസ്സിലായില്ലേ? രണ്ട് പെൺപിള്ളേർക്ക് ഇന്നോവയല്ല കൊടുത്തത്, പിന്നെന്താ? ഫോർച്യൂണർ. തലപ്പാവണിഞ്ഞ മുസ്ലിയാര് ഓടിച്ചു കൊണ്ടുപോവുകയാ. ഇൽമിനും ആലിമീങ്ങൾക്കും വില കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അള്ളാഹു ഇൽമിന് വില കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹാഫിലീങ്ങൾക്ക് അള്ളാഹു വില കൊടുക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ആലിമീങ്ങളും ഹാഫിലീങ്ങളുമാക്കി തരണേ അല്ലാ. നിന്നെ അറിയുന്നവരാക്കി തരണേ അല്ലാ. നിന്നെ അറിയാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. മൻ ഫതഹ ബാബൽ ദിക്ർ ഫതഹല്ലാഹു അലൈഹി ബാബൽ ഉലൂം ഫതഹല്ലാഹു അലൈഹി ബാബൽ മഅരിഫ. ആരെങ്കിലും ദിക്റിന്റെ കവാടം തുറന്നാൽ, സദാ സമയവും അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ, ആധ്യാത്മികതയുടെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ ഫതഹ ബാബൽ മുതാലഅ, ആരെങ്കിലും എപ്പോഴും കിതാബുകൾ മുതാല ചെയ്തുകൊണ്ടിരുന്നാൽ, ഫതഹല്ലാഹു അലൈഹി ബാബൽ ഉലൂം, അവൻ അള്ളാഹു അറിവുകളുടെ കവാടം തുറന്നു കൊടുക്കും. അള്ളാഹു പടച്ചോ നമ്മുടെ ഇൽമിൽ ബർക്കത്ത് തരട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, കണ്ണിനെ സൂക്ഷിച്ചോ, കണ്ണിനെ സൂക്ഷിച്ചോ. എന്താ കണ്ണ്? കഫാ ബിൽ മർഇ. നോക്കൂ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് പറയുകയാ, ഇയ്യാകും വന്നളിറ ഫഇന്നൻ നളിറ فإن النظرة تزرع في القلب الشهوة وكفى بها فتنة. നിങ്ങൾ നോട്ടത്തെ സൂക്ഷിച്ചോ. നോട്ടം ഹൃദയത്തിൽ കാമം മുളപ്പിക്കും, വികാരം മുളപ്പിക്കും. വകഫാ ബിഹാ ഫിത്ന, അത് ഫിത്നക്ക് കാരണമാണ്, അത് ഫിത്നക്ക് കാരണമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നോട്ടം ഇന്നൻ നളറത സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, പിശാചിന്റെ വിഷം പുരട്ടിയ അമ്പ. ഫമൻ തറകഹാ മഖാഫതി, ഒരു ഖുദ്സിയായ ഹദീസിൽ വരുന്നു, എന്നെ പേടിച്ചിട്ട് ആരെങ്കിലും അതിനെ ഒഴിവാക്കിയാൽ, അബ്ദൽതുഹു ഈമാനാ യജിദു ഹലാവതഹു ഫീ ഖൽബി, ഞാൻ അവന്റെ ഹൃദയത്തിൽ അതിനു പകരം ഈമാന്റെ ടെസ്റ്റ്, യജിദു ഹലാവതഹു, അതിന്റെ മാധുര്യം അവൻ അനുഭവിക്കും അവന്റെ ഹൃദയത്തിൽ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. നല്ല കാവ്യമാധവനെ പോലെ ഒരു സുന്ദരി റോഡേ പോകുന്നു. മനസ്സാദി എന്ത് പറയും? ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു. നഫ്സ് എന്ത് പറയും? നോക്കടാ നോക്കടാ, സുന്ദരി പോകുന്നു. അള്ളാഹു പറയുക, എന്നെ പേടിച്ചിട്ട് നീ കണ്ണ് താത്തിയ, ഷട്ടർ അടച്ചാൽ, നിനക്ക് ഞാൻ മാധുര്യമുള്ള ഒരു ടേസ്റ്റ് അന്നേരം തരും. അള്ളാഹു തആല ടേസ്റ്റ്, ആ പദവിയിലെത്തിയോ? നമ്മൾ എത്തിയോ ഷഫീഖ? എവിടെ എത്താറാ? ഈ റോഡെ ഒരു സുന്ദരി പോകുന്നു, ഇപ്പുറത്തൊരു മുസ്ലിയാരും പോകുന്നു. നിങ്ങൾ സുന്ദരീനെ നോക്കുമോ മുസ്ലിയാരെ നോക്കുമോ? മുസ്ലിയാരെ നോക്കൂ. എന്തിനാ? മുസ്ലിയാര് സുന്ദരീനെ നോക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടി അല്ലേ?
അള്ളാഹു പടച്ചവൻ. സുഹൃത്തെ, ഈ പ്രസംഗത്തിന്റെ ഒടുക്കവും ഇതിന്റെ തുടക്കവും നമ്മൾ ചിന്തിച്ചു നോക്കണം അല്ലേ? സർവേശ്വരനായ അള്ളാഹ് നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇനിയും നമുക്ക് ഒരുമിച്ച് കൂടാനും കാണാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ യുവാക്കൾക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇവിടെ വന്ന് പ്രബോധനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നിങ്ങൾ കേട്ടത് സുഹൃത്തുക്കളെ മറക്കാതെ അതെപ്പോഴും ജീവിതത്തിൽ വീണ്ടും വീണ്ടും ചർവണം നടത്തി അമലിൽ കൊണ്ടുവരണം. ഈ പാപിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആദ്യം വന്നതാണെങ്കിലും ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നതുപോലുള്ള ഒരു ബന്ധം ഈ 2 മണിക്കൂർ കൊണ്ട് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഉണ്ടായതുപോലെ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ക്ഷണിക്കണം. എന്നെ ക്ഷണിക്കൂലേ? ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നീട്ടാത്ത വയല്, പാട്ടുപാടാത്ത വയല് അല്ലേ? എനിക്കിതേ അറിയാവൂ. എന്നെ ഇതൊക്കെ സ്വീകരിക്കുന്ന ആൾക്കാർ 26 കൊല്ലമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? എനിക്ക് ഒരുപാട് ഒച്ച വെക്കാനും ബഹളം വെക്കാനും ഒന്നും അറിയാൻ മേല, അതിനുള്ള ആരോഗ്യവും ഇല്ല. മനസ്സിലായില്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ വയസ്സും പ്രായം എത്തിയിട്ടും 26 കൊല്ലം കഴിഞ്ഞിട്ടും നിന്ന് വാല് പറയാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഷുഗറുണ്ട്, എൻ്റെ കാലിന് നീരാണ്, മംഗലാപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങളുടെ ദുആ മതി. നിങ്ങൾ ദുആ ചെയ്യുക, സ്നേഹിക്കുക ആത്മാർത്ഥമായി. നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. എൻ്റെ മക്കൾ, 2 മക്കൾ, ഷമ്മാസും സൽമാനും ആലിമീങ്ങളും ആഫിലിങ്ങളുമാണ്. ഷമ്മാസ് MCA പഠിക്കുന്നു, സൽമാൻ പത്തനംതിട്ടയിൽ ഹിഫ്ള് പഠിക്കുന്നു, 18 യുസുവായി. ഹാമിലായ ഹാഫിലും ആലിമും ആകാൻ ദുആ ചെയ്യണം. 2 ഉള്ളൂ കേട്ടോ. We 2 always 2. നാം 2, നമുക്ക് 2 ഉള്ളൂ ഉമ്മത്തികൾ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ധാരാളം മക്കളെ, കുഞ്ഞുങ്ങളെ അള്ളാഹു നൽകട്ടെ. സാക്ഷി മഹാരാജ് പറഞ്ഞെന്താ? മുസ്ലിങ്ങൾ 4 കെട്ടും 40 ജനിപ്പിക്കുന്നവരാണ്. പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിലെ മുസ്ലിം പോക്കറ്റാ. 98% മുസ്ലിങ്ങളാണ്, 1.5% ഹിന്ദുക്കളാണ്, ബാക്കി ക്രിസ്ത്യാനികൾ. ഞങ്ങളുടെ ഈരാറ്റുപേട്ടയിൽ 4 പോയിട്ട് 2 കെട്ടിയവർ 3 പേരേ ഉള്ളൂ. വെറും 35,000 പോപ്പുലേഷൻ ഉണ്ട് ഈരാറ്റുപേട്ടയിൽ. എത്ര? 35,000 മുസ്ലിമീങ്ങൾ. 4 പോയിട്ട് 2 കെട്ടിയവര് 2-3 പേരേ ഉള്ളൂ. അതുകൊണ്ട് സാക്ഷി മഹാരാജ് എന്ന് പറയുന്ന BJPയുടെ MP തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ, മുസ്ലിങ്ങളോട് മാപ്പ് പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുസ്ലിങ്ങൾ 4 കെട്ടിയിട്ട് 40 കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നവനാണ് ഇങ്ങനെ പറയുക ശശികല ടീച്ചറും സാക്ഷി മഹാരാജും. അങ്ങനെ സമൂഹത്തിൽ വിഷം കോരിയിടുകയാണ്. ഹിന്ദുക്കൾ മുഴുവനും മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോ ഹൈന്ദവ സഹോദരങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഇതൊക്കെ ദുഷ്പ്രചരണങ്ങളാണ്, ഇതൊക്കെ വോട്ടിന് വേണ്ടിയുള്ളതാണ്, മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഹൈന്ദവനും ചന്ദനക്കുരു തൊട്ട ഹൈന്ദവനും കുരിശുമാലയണിഞ്ഞ കുര്യാക്കോസും നമസ്കാരത്തഴമ്പുള്ള നാസറും ഭാരതത്തിന്റെ മക്കളാ. ഭാരതാംബ സന്തോഷത്തിൽ പോകട്ടെ. ഭാരതത്തിന് അഗ്നി, വലിയ വലിയ മിസൈലുകളൊക്കെ സ്വപ്നം കാണാനേ സാധിച്ചിരുന്നുള്ളൂ. മഹാനായ അബ്ദുൽ കലാമിലൂടെ, മുൻ രാഷ്ട്രപതിയിലൂടെ നമ്മളത് നടപ്പിലാക്കി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭാരതം അസറുദ്ദീനെ തോളിലേറ്റി അല്ലേ? നമ്മുടെ ഇന്ത്യക്കൊരു സ്വഭാവമുണ്ട്, കഴിവ് അംഗീകരിക്കും, അവിടെ ജാതിയും മതവും നോക്കൂല. ഇന്നും നമ്മുടെ രാജ്യത്ത് വർഗീയതയേക്കാൾ വേരോടുന്നത് മാനവികതയാ, മാൻകൈൻഡാ. അതുകൊണ്ട് എല്ലാ മതവിഭാഗം ജനങ്ങളും ശശികല ടീച്ചർക്ക് അള്ളാഹു നല്ല മാർഗദർശനം പടച്ചവൻ നൽകട്ടെ. അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ പാവം സഹോദരിയെ, ശശികലയെ, അവരുടെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, മുഴുവനും വിഷമാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ ശശികലയ്ക്ക് പ്രബോധനം കൊടുക്കാൻ ആരെങ്കിലും അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ശശികല ടീച്ചർ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിച്ചു. അവർക്ക് ദഅവത്ത് കൊടുക്കണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരു കാര്യം ഊന്നി പറയുന്നു, റബ്ബിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ പൊരുത്തം 5 നേരം ഈ നെറ്റി മണ്ണിൽ വെക്കാതെ കിട്ടൂല സുഹൃത്തുക്കളെ, കിട്ടൂല. അതുകൊണ്ട് നമസ്കാരം വേഗം തുടങ്ങ്. അസ്രാഈൽ പുറകിലുണ്ട്. എവിടെ വെച്ചാ റൂഹിനെ പിടിക്കാന്ന് പറയാൻ കഴിയില്ല. എവിടെ വെച്ചാണ് എൻ്റെ ജീവൻ പൊലിയപ്പെടുക? എവിടെയാണ് 6 അടി മണ്ണ് കുഴിമാടം കുഴിക്കപ്പെടുക? എൻ്റെ ഖബർ
എനിക്കറിയില്ല. എൻ്റെ ജീവൻ പിടിക്കപ്പെടുന്നതും എൻ്റെ ഖബർ കുഴിക്കപ്പെടുന്നതും എവിടെ വെച്ചാണെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരുങ്ങാനും പുണ്യങ്ങൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനെ അറിയാൻ ഒരു എളിയ ശ്രമം ഈ വിനീതൻ നടത്തി. അള്ളാഹുവേ, നിന്റെ മാരിഫത്ത്, നിന്റെ ആധ്യാത്മികത, നിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. നിന്റെ ഔലിയാക്കൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, തഹജ്ജുദ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് തെറ്റ് ചെയ്ത പാപപങ്കിലമായ കരങ്ങളാണ്. അല്ലാഹുവേ, നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. നിനക്ക് വേണ്ടി ദിക്റും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളും പറഞ്ഞ് തൗബ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. بارك الله لنا ولكم بالقرآن العظيم بالقرآن العظيم بالقرآن العظيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا رب العالمين. اللهم زدنا علما، اللهم زدنا علما وفقهنا في الدين وعلمنا القرآن الحكيم. കാരുണ്യത്തിന്റെ കടലായ റബ്ബേ, ഈ നീട്ടിയ കരങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് തരണേ അല്ലാ.
ഞങ്ങളുടെ അധ്യാപനങ്ങളിൽ നീ ബർക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹാഫിലിങ്ങളും ആലിമീങ്ങളുമാക്കി തരണേ അല്ലാ. മെഡിസിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്നവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ എക്സാമിൽ വിജയിപ്പിക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഉലമാക്കൾ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ തഅല്ലുമിലും തഅലീമിലും തദ്രീസിലും വഅദിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ നിറഞ്ഞ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് ഒരു 100 രൂപയെങ്കിലും നൽകിയവർക്ക് നല്ല കൂലി, ജസാ, സവാബുൽ ജസീൽ നൽകണേ അല്ലാ. നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഉമ്മ പെങ്ങന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. യുവാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്തുള്ള പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് വരുന്ന പണ്ഡിതർ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഞങ്ങളാരും വാള് വിൽക്കുന്നവരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വാള് കബൂലാക്കണേ അല്ലാ. ഇത് തഅ്സീറിന്റെ ബയാനാക്കണേ അല്ലാ. ഒരു മാറ്റം അല്ലാഹുവേ, ഇന്നത്തെ ബയാൻ കേട്ടവർ, ഇന്നത്തെ നസീഹത്ത് കേട്ടവർക്ക് നാളത്തെ സുബഹി മുതൽ സുജൂദ് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. പലിശയിൽ നിന്ന്, സിനായിൽ നിന്ന്, ശുർബുൽ ഖംറിൽ നിന്ന് ഞങ്ങളെ അകറ്റണേ അല്ലാ. ഞങ്ങളെ അകറ്റണേ അല്ലാ. ഈ യുവാക്കളെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പാവങ്ങളെ സ്നേഹിക്കുന്ന വിളക്ക് എന്നർത്ഥം വരുന്ന സിറാജുൽ മസാക്കീൻ ഈ യുവത്വത്തെ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ അല്ലാ. ബഹുമാനപ്പെട്ട സമസ്തയെ ഒന്നിപ്പിക്കണേ അല്ലാ. ഒന്നിപ്പിക്കണേ അല്ലാ. ഒന്നിപ്പിക്കണേ അല്ലാ. കോട്ടമല ബാപ്പു ഉസ്താദിന് പുറത്തു കൊടുക്കണേ അല്ലാ. പുറത്തു കൊടുക്കണേ അല്ലാ. പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഖബർ സ്വർഗത്തിന്റെ മലർവാടിയാക്കണേ അല്ലാ. മഅദനി ഉസ്താദിനെ ജയിൽ മോചിപ്പിക്കണേ അല്ലാ. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പട്ടാളം വെടിവെച്ചു കൊല്ലുകയാ അല്ലാഹുവേ. ബർമയിലെ, മ്യാൻമാറിലെ മുസ്ലിമീങ്ങൾക്ക് നീ എല്ലാവിധ ഹിഫാലത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക ക്രൈസിസ്, ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറ്റിത്തരണേ അല്ലാ. 130 കോടി ജനങ്ങളെ ഒരുപോലെ കണ്ട് ഭരണചക്രം തിരിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് തൗഫീഖ് നൽകണേ അല്ലാ. ഈ രാജ്യത്ത് കലാപവും, ഈ രാജ്യത്ത് കമ്മ്യൂണൽ മൈൻഡും വർഗീയതയും അല്ലാഹുവേ പടച്ചവനെ, അതിന് പുറപ്പെടുന്നവർക്ക് നീ പിന്തിരിപ്പിക്കണേ അല്ലാ. പിന്തിരിപ്പിക്കണേ അല്ലാ. ഹൈന്ദവനും മുസൽമാനും പരസ്പരം ബഹുമാനിക്കും മനസ്സുള്ള നാടാക്കണേ അല്ലാ. നാടാക്കണേ അല്ലാ. നാടാക്കണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഭക്ഷണം തന്നവർ വീട്ടുകാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. ഇവിടെ വരുന്ന മതപണ്ഡിതർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ യുവാക്കളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഹാസിലാക്കണേ അല്ലാ. അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു, 2 മക്കൾ ദീനി ഇൽമു പഠിക്കുകയാ. ഒരാള് അല്ലാഹുവേ 2 പേരെയും അനുഗ്രഹിക്കണേ അല്ലാ. ആ 2 മുതഅല്ലിമീങ്ങളെയും കാമിലായ ആലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ ഇന്ന് ബയാൻ ചെയ്ത സയ്യിദ് അൻവർ ഹാഫിളിന് നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷം തരണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കി തരണേ അല്ലാ. കബൂലാക്കി തരണേ അല്ലാ. കബൂലാക്കി തരണേ അല്ലാ. ഉറങ്ങാത്തവനാണ് നീ, മയക്കം പോലും ബാധിക്കാത്തവനാണ് നീ. കുല്ലയൗമിൻ ഹുവ ഫീ ശഅൻ, ഓരോ സെക്കൻഡിലും നീ ജോലിയില്ല. മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, അധികാരത്തിലേക്ക് കൊണ്ടുവന്നിരുത്തുന്നു, അധികാര സോപാനത്തിൽ നിന്ന് വലിച്ചിറക്കുന്നു. അല്ലാഹുവേ, നീ ഖഹാറാ, നീ സംഹരിക്കുന്നവനാ. ഞങ്ങളെ ഭൂമി കുലുക്കി നശിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പാപം കാരണം, അഹങ്കാരം കാരണം, ധൂർത്ത് കാരണം, പണം ധൂർത്തടിക്കുന്നത് കാരണം ഞങ്ങളെ നശിപ്പിക്കല്ലേ അല്ലാ.
നശിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കല്യാണങ്ങൾക്ക് ദൂർത്തടിക്കുകയാണ്, വലിയ വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുകയാ. അല്ലാഹുവേ, അനാഥകൾക്ക് കൊടുക്കാൻ നാണയമില്ല, അഗതികൾക്ക് കൊടുക്കാൻ മണിയില്ല. അല്ലാഹുവേ, പാവപ്പെട്ട പൊര നിറഞ്ഞു നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോക്കറ്റിൽ കാശില്ല, ദൂർത്തടിക്കാൻ പണമുണ്ട്. റബ്ബേ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ സംസ്കരിക്കണേ അല്ലാ, ഞങ്ങളെ സ്വലാഹിയത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. റബ്ബന റഹം ആബാഅനാ വ ഉമ്മഹാതിനാ കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, എൻ്റെ മുന്നിലിരിക്കുന്ന പൊന്നുമക്കൾ, പടച്ചവനെ, ഈ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുഞ്ഞുങ്ങളെ ദീനിൻ്റെ ദാഇകളാക്കണേ അല്ലാ, സുന്നത്ത് ജമാഅത്തിൻ്റെ കാവൽ ഭടന്മാരാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മഹല്ലിൽ മറപാടപ്പെട്ട് കിടക്കുന്ന ബമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പേരമകൻ, അല്ലാഹുവേ, അവരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 2 ദിക്ർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു, ഒന്ന് പറയാൻ വിട്ടുപോയി. അടുത്ത ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലിക്കും. ഒതുവോടുകൂടി പറ്റുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഒരു 101 വട്ടം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്തിൽ ബർക്കത്ത് തരും. ലാ ഹൗല എന്ന് പറഞ്ഞ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ കൂടി ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വേറെ. അൽഹംദുലില്ലാഹ്. ഇനി നാളെ മുതൽ സീരിയൽ കാണരുത്, സീരിയൽ കാണരുത്. ഇപ്പൊ സീരിയലിന്റെ പേര് പറഞ്ഞേ. വീട്ടിൽ TV ഇല്ല? TV ഉണ്ടോ? നോക്കാറില്ല അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. നാളെ മുതൽ സീരിയൽ കാണണ്ട. ഉമ്മ പെങ്ങന്മാരൊക്കെ അത് ഓഫാക്ക്. അതിനകത്ത് കരയുന്നത് അവർ ഉള്ളി അരിഞ്ഞിട്ട് കരയുന്നതാണ്, മനസ്സിലായില്ലേ? ആത്മാർത്ഥമായ കരച്ചിലൊന്നുമല്ല. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്ത് ദിക്ർ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് വന്നൊരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. വസല്ലി അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ. നാം ചൊല്ലിയ സ്വലാത്ത് റസൂലുള്ളാഹിയുടെ റൗളയിൽ അല്ലാഹു മുവക്കലായ മലക്ക് മുഖേന ഇപ്പം തന്നെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആരംഭപ്പൂവിൻ്റെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. വസല്ലി അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ. നാം ചൊല്ലിയ സ്വലാത്ത് റസൂലുള്ളാഹിയുടെ റൗളയിൽ അല്ലാഹു മുവക്കലായ മലക്ക് മുഖേന ഇപ്പം തന്നെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആരംഭപ്പൂവിൻ്റെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.